ചെയ്യേണ്ടത് സമൂഹത്തിൽ ഇന്ന് വയോജനങ്ങള് അവരുടെ ശതമാനം വർദ്ധിച്ചു വരുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഗവൺമെന്റിന്റെ കണ്ടു തുറക്കേണ്ടതാണ്. സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും നമ്മളെ കാര്യങ്ങള് നമ്മളെയല്ല ഇനി വരുന്നവരുടെ കാര്യങ്ങൾ വെച്ചിട്ടെങ്കിലും കുറെ കാര്യങ്ങള് ഭേദഗതികൾ വരുത്താനും കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇന്നും നമുക്കറിയാം പഞ്ചായത്തിലൊക്കെ 5% നമുക്ക് മാറ്റിവെക്കേണ്ടതാണ് പദ്ധതി ചെലവ്. ഈ 5% മാറ്റിവെച്ചാലും ഞാനതാ പറഞ്ഞു വന്നത് 30 വർഷത്തോളം നമ്മുടെ ഈ സംഘടന ഇവിടെ രൂപീകരിച്ചിട്ട് നമുക്കൊന്നും ഇതുവരെ ഈ സംഘടനക്ക് ഗവൺമെന്റിൽ നിന്നോ മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു സഹായവും ലഭിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഈ മറ്റുള്ളവരെ കണ്ട് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് തരേണ്ടതാണ്. അല്ലാതെ നമ്മൾ പിടിച്ചു വാങ്ങാനോ സമരം ചെയ്യാനോ നമ്മൾ മുതിരുന്ന ഒരു സംഘടനയല്ല നമ്മൾ. ഇത് ഞാൻ ഇതിലൂടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് 120-ലധികം മെമ്പർമാരെ കഴിഞ്ഞ 2-3 മാസം മുമ്പിലുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ 2 മാസത്തെ ജനറൽ ബോഡിക്കിടയിൽ നമുക്ക് 22 പുതിയ മെമ്പർമാരെ നമുക്ക് നമ്മുടെ സംഘടനയിലേക്ക് ചേർന്നിട്ടുണ്ട് അവര്. അങ്ങനെ നമ്മുടെ സംഘടന നല്ല ശക്തി പ്രാപിച്ചു വരുന്ന ഈ സന്ദർഭത്തില് നമ്മൾ ഇന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാരായണൻ മാഷാണ്. നമുക്കറിയാം നമ്മുടെ സംഘടനയെ വളരെ നല്ല രീതിയിൽ കുറെ വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നത് പ്രസിഡന്റ് നാരായണൻ മാഷും അതുപോലെ തന്നെ സെക്രട്ടറി നാരായണേട്ടനുമാണ്. നാരായണൻ മാഷെ ഞാൻ സംഘടനയ്ക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുകുന്ദൻ മാസ്റ്ററാണ്. നിങ്ങൾക്ക് സുപരിചിതമായ മുഖമാണ്. നമ്മളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നമ്മുടെ എല്ലാ പരിപാടിയിലും വിളിച്ചാലും ഇവിടെ ഓടിയെത്തുന്ന മുകുന്ദൻ മാസ്റ്ററെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മളുടെ ഇവിടെ ക്ലാസ് നയിക്കുന്നത് അഡ്വക്കേറ്റ് ലിസ് മരിയാക്കയാണ്. ലീഗൽ സർവീസ് പാരാ ലീഗൽ വോളണ്ടിയർ ആണ്. അവര് തലശ്ശേരി കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവര് പല സ്ഥലങ്ങളിലും ഇതുപോലെ വയോജനങ്ങൾക്കായാലും മറ്റു സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർക്ക് ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയാണ്. ഇപ്പോഴും തന്നെ വേറൊരു കോളേജിൽ ക്ലാസ്സും നടത്തിയിട്ട് ഇപ്പോഴേ തിരക്ക് പിടിച്ചിട്ട് വരുന്നതാണ്. അതാണ് 10 മിനിറ്റ് വൈകി പോയത്. ആ ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഇവിടെ എത്തുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ആദരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വേദിയിലിരിക്കുന്നത് നമ്മുടെ സംഘടനയുടെ മുൻനിരയിൽ നിന്ന് നമ്മളെ നയിക്കുന്ന, അതായത് നമുക്ക് സംഘടനയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന നമ്മുടെ മുൻനിരയിലുള്ള ഇന്ദിരേച്ചിയാണ്. ഇന്ദിരേച്ചിയെ നമ്മുടെ സംസ്ഥാന സമിതി അംഗമാണ്. അവരെ ഞാൻ ആദരവോടുകൂടി യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഇവിടെ എത്തിയത് നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി നാണുവേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നാണുവേട്ടൻ നമ്മുടെ സംഘടനയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. പേരാവൂർ ബ്ലോക്കിന്റെ 13 യൂണിറ്റുകളുള്ള പേരാവൂർ ബ്ലോക്കിനെ നയിക്കുന്ന നമ്മുടെ സെക്രട്ടറിയാണ് പയ്യനാടൻ നാണു എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് രാജീവൻ അവർകളാണ്. അവരാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതും നമുക്ക് ഇവിടെ ഇതുപോലൊരു ക്ലാസ് നയിക്കാൻ നമുക്ക് ആളെയൊക്കെ എത്തിച്ചു തരുന്നതും അവരെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. നമ്മുടെ സീനിയർ മെമ്പർമാരായ നാണുവേട്ടനെയും അതുപോലെ തന്നെ തിരക്കിനിടയിൽ നമുക്ക് ദിനേശൻ ഡോക്ടറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ യോഗത്തില് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് നമുക്കറിയാം. എങ്കിലും നമുക്ക് പ്രകൃതി ഇന്ന് കുറച്ച് കനിവ് തന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് മഴ പുറകോട്ട് നിന്നിട്ടുണ്ട്. എന്തായാലും ഈ യോഗത്തില് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് യോഗ നടപടികൾ നിയന്ത്രിക്കാൻ നാരായണ മാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് നിർത്തും. പ്രിയമുള്ളവരെ, ആമുഖമായി നമ്മുടെ
വിശിഷ്ടാധ്യായം വിളിച്ച് വിശദീകരിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് നമ്മളെ സംബന്ധിച്ച് എല്ലാ മാസവും നടത്തുന്ന ഈ മീറ്റിങ്ങിൽ വിശിഷ്യ ഇന്ന് കിട്ടിയ ഈ സന്ദർഭം വളരെയധികം അസുലഭ സന്ദർഭമായിട്ട് കരുതുകയാണ്. നമുക്ക് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിക്കാം. അവർ ചെയ്യുന്ന പിന്നെ 3 വർഷമൊക്കെ വന്നിട്ടുണ്ട് എന്നും അവരെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യൂണിറ്റിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മീറ്റിംഗായിട്ട് ഈ മീറ്റിംഗ് മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാലാവസ്ഥയുടെ പ്രതികൂല സ്ഥിതി എല്ലാ വിധത്തിലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും വിളിച്ചു വരാൻ പറ്റില്ല, നടക്കാൻ വയ്യ എന്നൊക്കെ പലരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇവിടെ വളരെ വിഷമിച്ച് ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തുടരട്ടെ. നമ്മുടെ മീറ്റിംഗ് വളരെ ഭംഗിയായി നടക്കാൻ ഈശ്വരൻ നമ്മളുടെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ആദ്യമായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം നൽകിയ ഒരു ഭരണവാർത്ത നമ്മളെല്ലാം കേട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിശാന്തിക്ക് വേണ്ടി 1 മിനിറ്റ് നമ്മൾ ആദ്യമായിട്ട് അനുശോചനം ചെയ്യുന്നു. VS അച്യുതാനന്ദൻ അവരുടെ വിയോഗത്തിൽ നമുക്ക് 1 മിനിറ്റ് ബഹുമാനപ്പെട്ട യോഗം അധ്യക്ഷൻ TV നാരായണൻ മാസ്റ്റർ ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റാണ്. സംഘടനയുടെ ഒരു അനിഷേധ്യ നേതാവ് കൂടിയാണ്. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് വേണുഗോപാലൻ. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാൻ പറ്റില്ല എന്നറിഞ്ഞതുകൊണ്ട് ആ ചുമതല എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. ഈ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ലിസി മരിയ കെ അവരാണ്. അവരുടെ നിങ്ങൾക്ക് വേണ്ടതായ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്. നിങ്ങൾക്ക് എന്തെല്ലാം സംശയം ഉണ്ടെങ്കിലും ചോദിച്ചുകൊണ്ട് ആ സംശയത്തിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാം പറഞ്ഞ് വ്യക്തമായി ക്ലാസ് എടുത്തു തരാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. ആ അഡ്വക്കേറ്റ് മറിയ ലീസ മറിയ ഒക്കെ അവർ ലീഗൽ സർവീസ് പാനൽ ലീഗൽ വളണ്ടിയർ രാജീവൻ, പിന്നെ ആശംസ അർപ്പിക്കാൻ വരാനേറ്റത് ജോസഫ് കോക്കാട്. സീനിയർ സിറ്റിസൺ ഫോറം രൂപീകരിക്കപ്പെട്ടത് 1993 അതിൻ്റെ പ്രവർത്തനം കുത്തുപറമ്പിൽ വെച്ച് അഡ്വക്കേറ്റ് MTV പട്ടേലിപ്പാടും ബാലൻ മാസ്റ്ററും നമ്മുടെ പ്രിയപ്പെട്ട V ഭാസ്കരൻ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ആ സംഘടന അവിടെ രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം നമ്മുടെ കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതിനെ കേരള സീനിയർ സിറ്റിസൺ ഫോറം എന്ന ഒരു പ്രസ്ഥാനമായി വളർത്തിയെടുത്തതും ഇവർ തന്നെയാണ്. അത് 1996 നാളിതുവരെ പ്രവർത്തനം നല്ല നിലയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരുന്നാലും 1999 നമുക്കൊരു നയം രൂപീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും 2006 നമ്മൾ അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയായി ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇന്ന് ഉച്ചക്ക് വരെ രജിസ്റ്റർ ചെയ്ത മെമ്പർമാരിൽ 2,13,769 പേരാണ് ഇന്ന് ഉച്ചവരെ നമുക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അത്രയും അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയിൽ മെമ്പർമാരായി വരുന്നവർക്ക് ഒരു സംശയം തോന്നും, എന്തിനാണ് ഈ സംഘടന?
എന്താണ് നമുക്ക് ഇതിനോട് നേട്ടം എന്ന് പലവരും സംശയത്തോടു കൂടി പലവട്ടം പല പ്രദേശങ്ങളിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ സംഘടനക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പ്രസ്ഥാനത്തിന്, അതായത് വയോജന സംഘടനക്ക് നമ്മളാൽ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് ആദ്യം ആലോചിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഒരാനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടിയല്ല ഈ പ്രസ്ഥാനം. നിർധനരായ പാവങ്ങളായ ജനങ്ങളെ, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ, പീഡനം അനുഭവിക്കുന്ന ജനങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ നല്ല ബന്ധാവിലേക്ക് അല്ല നല്ല മനുഷ്യരായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ച് കൊണ്ടുവരേണ്ടതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് രൂപം കൊണ്ടത്. എന്നിരുന്നാലും നമ്മളുടെ കടമ നമ്മൾ മാറ്റുന്നില്ല. ആ കടമകൾ കൂടി നമ്മൾ ഏറ്റെടുക്കുന്നു. നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനും സർക്കാരിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടി നമ്മൾ പല സമരങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്. നമ്മൾ നിർത്തിവെച്ച ഈ കൊറോണ കാലഘട്ടത്തിൽ നിർത്തിവെച്ച നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന റെയിൽവേ കൺസെഷന് വേണ്ടി നമ്മൾ റെയിൽവേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സർക്കാർ നിരന്തരം പ്രക്ഷോഭങ്ങൾ, അപേക്ഷകളും അല്ലെങ്കിൽ നിവേദനങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ പാർലമെന്റിൽ എല്ലാ MP-മാരെ കൊണ്ടും ചോദ്യം ഉന്നയിപ്പിച്ചുകൊണ്ട് സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് ചർച്ചയും നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ അശ്വിനി വൈഷ്ണവ് എന്ന നമ്മുടെ റെയിൽവേ മന്ത്രി പറഞ്ഞത്, ഈ ആനുകൂല്യം ഞങ്ങൾ നിർത്തിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾക്ക് ആശ്വാസം തരുന്നു. അത് പുനഃസ്ഥാപിച്ച് കിട്ടാൻ ഒരു സാഹചര്യം ഉണ്ട് എന്നത്. ഏതിരുന്നാലും നമ്മൾ അതിൽ നിന്നൊന്നും വിട്ടുപോകുന്നില്ല. സാധാരണക്കാരായ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനും വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട്. ഏതായിരുന്നാലും ഞാൻ അധികം സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. അവർക്കും കൂടി സമയം കൂടുതൽ വേണം. എന്നിരുന്നാലും ചില സംഘടനാ കാര്യങ്ങളിലേക്ക് ഞാൻ സ്പർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ്. നമ്മുടെ ആദ്യകാലങ്ങളിൽ നമ്മൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് ജീവിച്ചത്. അന്നൊക്കെ മൂത്ത കാരണവന്മാർ പറയുന്നത് അനുസരിച്ച് സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നമ്മൾ പ്രവർത്തിച്ചു വന്ന ഒരു കാലഘട്ടം. അത് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നു. മക്കളൊക്കെ ജോലിയായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നതോടുകൂടി നമ്മുടെ ആ കുടുംബ വ്യവസ്ഥ ശിഥിലീകരിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വയോജനങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. ഈ വയോജനങ്ങൾ ഒറ്റപ്പെടുമ്പോൾ അവർക്കുണ്ടായിരുന്ന മാനസിക പിരിമുറുക്കം, അവർക്കുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ഇതൊക്കെ നോക്കി കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കുടുംബങ്ങളിൽ അംഗങ്ങളില്ലാതെ വരുന്നു. ഈ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടി നമ്മളൊരു നിവേദനം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. പകൽ വീട്, രാവിലെ ആ രക്ഷിതാവിനെ അല്ലെങ്കിൽ അച്ഛനെ, അമ്മയെ അല്ലെങ്കിൽ ആരെയാണോ അവരെ ആ വീടുകളിൽ എത്തിക്കുകയും അവർക്ക് വേണ്ട ആഹാരങ്ങൾ പൊതിഞ്ഞു കൊടുക്കുകയും ചെയ്ത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ആ സംവിധാനം ഒന്ന് വേണം എന്നൊരു ധാരണയിൽ നമ്മൾ സർക്കാരിൽ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇത് ആശാവഹമാണ് എന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് എത്രത്തോളം നടക്കുമെന്ന് പ്രയാസമാണ് എന്ന് നമ്മുടെ സർക്കാർ നമുക്കൊരു സാധനങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിനും വേണ്ടി നമ്മൾ സർക്കാർ നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാബല്യമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും നമ്മൾ ഒട്ടും പിറകോട്ടല്ല. ആ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ട ആവശ്യം നമ്മളുടേതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടായ്മയോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അത് മാത്രമല്ല, ഈ നമ്മുടെ വയോജന സംഘടന പൂർവാധികം ഭംഗിയോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയും നിങ്ങളുടെ സഹകരണം നമുക്ക് ആവശ്യമാണ്. സംഘടനയുടെ എണ്ണം പറഞ്ഞു. ഏതായാലും സംഘടന വളരുകയാണ് ചെയ്യുന്നത്, തളരുകയില്ല. ചില യൂണിറ്റുകളൊക്കെ കുറവാണ് എങ്കിലും സംസ്ഥാന തലത്തിൽ ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലായിരുന്നു അംഗസംഖ്യ കുറവ്, യൂണിറ്റുകൾ കുറവായിരുന്നു. പക്ഷേ കൊറോണ കാലഘട്ടത്തിന് ശേഷം ആ യൂണിറ്റുകളൊന്നും എല്ലാം നിർജ്ജീവമായിരുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ട്. ഇരുന്നാണ് സംസാരിക്കുന്നത്. അതിന് മൈക്ക് അവർക്ക് ലഭിക്കാൻ.
സംഘടിക്കപ്പെട്ട് ശക്തരാക്കപ്പെട്ട ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്ത നിങ്ങളുടെ ആ നല്ല മനസ്സിനെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾ വരാൻ കുറച്ച് താമസിച്ചു പോയി, വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വരുമ്പത്തിന് കുറച്ച് താമസിച്ചു. അത് കറക്റ്റ് സമയത്ത് തുടങ്ങിയെങ്കിലും കഴിയാൻ കുറച്ച് സമയം എടുത്തു, അതാണ് പറ്റിപ്പോയത്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഇരുന്ന് സംസാരിക്കുകയാണ്. അതിന് ചെറിയൊരു പ്രശ്നം, ഞാനിങ്ങനെ ക്ലാസ് ഉണ്ട്, എനിക്ക് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു. ക്ലാസ്സിന് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാനിവിടെ അഡ്മിറ്റ് ആക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ക്ലാസ്സിന് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ദൂരി പോകുന്നത് 2 ദിവസം മുമ്പ്. പക്ഷേ ഇന്ന് നേരത്തെ ഏറ്റെടുത്തതായതുകൊണ്ട് ഞാൻ ചേച്ചി വന്നേക്കാറുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് കാര്യം ഭയങ്കരമായ രീതിയിൽ പണി മുടക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും സംസാരിക്കാം, പ്രശ്നമില്ലല്ലോ അല്ലേ? ഓക്കെ. നമുക്കറിയാം, നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അനുഭവജ്ഞാനം കൊണ്ടും ജീവിത പരിചയം കൊണ്ടും സമൂഹത്തിന് ഒത്തിരി വിലയേറിയ സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ധാരാളം വിദേശികൾ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും വാസ്കോ ഡ ഗാമയുടെ വരവും അതുപോലെ ധാരാളം ആളുകൾ അമേരിക്കയിലോട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും കൊളംബസിന്റെ യാത്രയിൽ ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചരിത്രം കുറിക്കുവാൻ സാധിക്കുന്ന, ജീവിതം കൊണ്ട് ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്കതിന് സാധിക്കണം. നമ്മൾ വിചാരിച്ചാൽ സാധിക്കും അല്ലേ? നമുക്കറിയാം, ആധുനിക സാങ്കേതിക വിദ്യകൾ ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ലോകത്ത് എവിടെയുള്ള ആളുകളെ കണ്ട് സംസാരിക്കാം. അങ്ങനെ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് നല്ല ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ നിയമ സംവിധാനമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് നിയമം? എന്തിനാണ് നിയമം? എന്താണ്? അതിനുമുമ്പ് ഞാൻ ചോദിക്കുന്നത്, നല്ല നിയമ സംവിധാനമുള്ള ഒരു രാജ്യമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊക്കെ പത്രം വായിക്കുന്നവരാണ് അല്ലേ? നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഓരോരോ ന്യൂസുകളൊക്കെ കാണാറുണ്ട്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നല്ലൊരു നിയമം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു സംശയം തോന്നിയിട്ടില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ രാജ്യത്തിൽ പ്രഖ്യാപനം വരികയാണ്, അടുത്ത 24 മണിക്കൂർ നേരത്തേക്കും ഒരു നിയമവും നിലവിലുണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാവും? 24 മണിക്കൂർ പോയിട്ട് 24 മിനിറ്റ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? തീർച്ചയായും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? നിയമങ്ങൾ വേണം അല്ലേ? വ്യക്തികളെ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനുമായിട്ട് നിയമങ്ങൾ വേണം. ഈ നിയമത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇഗ്നറൻസ് ഓഫ് ലോസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ആണ്. അതായത് ഒരു നിയമം അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ നിയമപരമായ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഈ നിയമങ്ങൾ നമുക്ക് ഒത്തിരി അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ഇന്നതാണ് നമുക്കിവിടെയുള്ള പ്രശ്ന പരിഹാരം എന്നറിയുകയാണെങ്കിൽ നമുക്കതിന് സൊല്യൂഷൻ കിട്ടും അല്ലേ? അതിനുള്ളൊരു സംവിധാനമാണ് ഇങ്ങനെയുള്ള നിയമ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകമായി പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഓരോ മിനിറ്റിലും 2 പേർ 60ാം ജന്മദിനം ആഘോഷിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കുട്ടികളെക്കാൾ ഏറെ മുതിർന്ന പൗരന്മാരുള്ള ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മുതിർന്ന പൗരന്മാരുടെ നിയമപരമായ അവകാശങ്ങളെ കുറിച്ച് ഒരു അവബോധം നൽകുന്നതിന്റെ ആവശ്യകത. നിങ്ങൾക്ക് എത്ര നേരം സമയം ഇന്നത്തെ പരിപാടിക്ക്? എത്ര സമയമുണ്ട്? കുഴപ്പമില്ല. നമുക്കൊരു ചെറിയ കഥയിൽ ആരംഭിച്ചാലോ? ഓക്കെ. കുട്ടികളുണ്ട്, മുതിർന്ന പൗരന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആളുകളുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ആളുകൾക്ക് വേണ്ടി വിവിധങ്ങളായ നിയമങ്ങളുണ്ട്. ആ നിയമം നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്രശ്നം വരുമ്പോൾ ഇന്നതാണ് പരിഹാരം എന്നറിയാമെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന് പെട്ടെന്ന് ഒരു പരിഹാരം കിട്ടും അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു, നിയമങ്ങൾ നമുക്ക് ഒത്തിരി അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ടെന്ന്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ രോഗം വരുമ്പോൾ ഡോക്ടറെ കാണും അല്ലേ? ഡോക്ടർ രോഗി ബന്ധത്തിലെ ഒരു അടിസ്ഥാന നിയമമുണ്ട്. എന്താണെന്നറിയോ? ഇൻഫോംഡ് കൺസേൺ എന്ന് പറയും. അതായത് നമ്മളൊരു രോഗവിവരം ഡോക്ടറോട് പറഞ്ഞ ശേഷം ഡോക്ടർ പറയണം, ഇത് ഇന്ന രോഗമാണ്, ഈ രോഗത്തിന് ഇന്ന ചികിത്സകളൊക്കെ എടുക്കാം, ഇന്ന മരുന്നുകൾ കഴിക്കണം, ഈ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. ഇങ്ങനെ എല്ലാ വിവരവും പറഞ്ഞ ശേഷമാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി ട്രീറ്റ്മെന്റ് തന്നത്. ചെയ്യാറുണ്ടോ? കുറവാണല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട്. ഇൻഫോംഡ് കൺസെന്റ് വളരെ അവകാശമുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് ഒരു ബസ്സിൽ യാത്രകൾ നമ്മളോട് ഒരാളെ മോശമായി പെരുമാറിയാൽ എന്താ ചെയ്യുക? നമ്മള് എന്ത് ചെയ്യും? ഇന്നലെ നമ്മൾ കണ്ടല്ലേ, അടിക്കുന്ന ഒരു ഇത് കണ്ടല്ലേ, അതിന് നല്ല പരിക്ക് പറ്റി. നമുക്കതാണ് നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ. ഇവിടെ നമ്മുടെ നിയമപരമായ അവകാശം എന്താണെന്ന് വെച്ചാൽ ആ ബസ് പോലീസ് സ്റ്റേഷനോട് വിടാൻ നമുക്ക് ആവശ്യപ്പെടാം. പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം പരാതി എഴുതി കൊടുക്കണം അല്ലേ? പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പരാതി എഴുതി കൊടുക്കണ്ട. നമ്മൾ വാക്കാൽ പറഞ്ഞാൽ പോലും അവിടെ FIR ഇട്ട് നടപടി സ്വീകരിക്കണം.
ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി. ഇനി ചില സാഹചര്യങ്ങളിൽ ബസ്സുകാർ പറയില്ല, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല, ട്രിപ്പ് മുടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം RTO പരാതി കൊടുക്കാം. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബസ്സിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. ഇതാണ് നമ്മുടെ നിയമപരമായ അവകാശം. അപ്പൊ നമുക്ക് നിയമത്തിന്റെ അവകാശങ്ങൾ നൽകുമ്പോൾ നമുക്ക് അതിനകത്ത് ഉപയോഗിച്ചാൽ പോരെ, വേറെ പ്രശ്നങ്ങൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ കഥയിലോട്ട് വരാം അല്ലേ? ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. കാട്ടിലെ വിജനമായ ഒറ്റയായി പാതയിലൂടെ യാത്ര പുറപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ്. ഒരാൾ ഒരു ദിവസം രാവിലെ എണീറ്റ് യാത്ര പോവുകയാണ്. കുറച്ചങ്ങ് എത്തുമ്പോഴാണ് അയാൾ കാണുന്നത് അയാൾക്ക് ഒരു കടുവ വരുന്നു. അത് ചെയ്യും, തിരിഞ്ഞോളൂ അല്ലേ? ഇയാൾ ഇതിനുവേണ്ടി തന്നെ ശ്രമിക്കുന്നത്. അയാൾ പുറകോട്ട് നോക്കുമ്പോഴാണ് പുറകിൽ നിന്നും ഒരു കടുവ വരുന്നു. മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്ത് ചെയ്യും? ചുറ്റുപാട് നോക്കി രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അപ്പോഴാണ് അവർ കാണുന്നത് കുറച്ചങ്ങ് മാറി ഒരു പൊട്ടക്കുളമുണ്ട്. പണ്ട് വഴിയാത്രക്കാര് വെള്ളം കോരാൻ വേണ്ടി ഉപേക്ഷിച്ച ഒരു കുളമുണ്ട്. പെട്ടെന്ന് ഇയാൾ ഈ കുളത്തിലോട്ട് എടുത്ത് ചാടിയ അധികം വെള്ളമൊന്നുമില്ല, പായലും ചെടിയൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു കുളം. ദേഹത്ത് പറ്റിപ്പിടിച്ച പായലും ചെടിയൊക്കെ തട്ടിക്കളഞ്ഞപ്പോ രക്ഷപ്പെട്ടല്ലോ, ഈ രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയെ ഇങ്ങനെ തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ കാണുന്നത് ഒരു മുതല ആ കുളത്തിലുണ്ടായിരുന്നു. കുറച്ചു കാലം മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വിശന്ന് തളർന്നിരിക്കുന്ന ഒരു മുതല. എന്ത് ചെയ്യണം? രക്ഷപ്പെടണം അല്ലേ? അയാൾ നോക്കി എന്താ വഴിയെന്ന്. അപ്പോൾ അയാൾ കാണുന്നു മുകളിലോട്ട് കയറാൻ പടകുകളുള്ള ഒരു കുളമാണത്. ഈ പതുക്കെ ഈ പടകിൽ പിടിച്ച് മുകളിലോട്ട് കയറാം അല്ലേ? അയാൾ പതുക്കെ ഈ പടകിൽ പിടിച്ചിങ്ങനെ മുകളിലോട്ട് കയറി 3-4 പടകൾ എത്തിക്കഴിയുമ്പോഴാണ് അയാൾ കാണുന്നത് അടുത്ത പടവിൽ ഒരു മാളത്തിൽ ആരുണ്ടാവും? പാമ്പ്. ഇനി പടകിൽ പിടിച്ച് മുകളിലോട്ട് കയറിയിട്ടില്ല. അയാൾ നോക്കി എന്താ വഴിയെന്ന്. അപ്പോൾ അയാൾ കാണുന്നുണ്ട് പണ്ട് വഴിയാത്രക്കാര് വെള്ളം കോരാൻ വേണ്ടി ഉപേക്ഷിച്ച ഒരു തൊട്ടി കിട്ടി കയറവിടെ ഞാൻ നിലപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ഇയാൾ ഈ കയറെ ചാടി പിടിക്കുകയാണ്. രക്ഷപ്പെട്ടു, സമാധാനം. ഈ കയറെ പിടിച്ച് മുകളിലോട്ട് കയറാനുള്ള ആശ്വാസത്തില് ഇയാൾ ഇങ്ങനെ കയറെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താ ചെറിയ ശബ്ദം കേൾക്കുകയും ഈ കയറ് ഇളകുന്ന പോലെ തോന്നലൊക്കെ. അയാൾ ചുറ്റും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. മുകളിലോട്ട് നോക്കുമ്പോഴാണ് അയാൾ കാണുന്നത് ആ ഇലപ്പടപ്പിലിരുന്ന് കയറ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേലി. എപ്പ വേണമെങ്കിലും ഈ കയറ് പൊട്ടി താഴെ പോവാം. എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലേ? നമ്മുടെ ഈ സെഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. നമുക്ക് നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ നിയമാവകാശങ്ങളോട്ട് പോവാം അല്ലേ? ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇയാൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനമാക്കാം. പറ്റില്ലേ? ഓക്കെ, എനിക്ക് മുന്നേ മുതിർന്ന പൗരന്മാർക്ക് മാതാപിതാക്കൾക്കും ബഹുമാനം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. പക്ഷേ കൂട്ടുകുടുംബം മാറി പണികുടുംബങ്ങളായപ്പോൾ വേണ്ടത്ര ഒരു പരിചരണവും സ്നേഹവും മുതിർന്ന പൗരന്മാർക്ക് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വന്നൊരു പരസ്യം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട് വാടകയ്ക്ക് പ്രായമായ അമ്മച്ചിയോടൊപ്പം താമസിക്കാൻ. കണ്ടിരുന്നോ? അതായത് ഇപ്പൊ പേരൻസ് മാത്രമേ വീട്ടിലുള്ളൂ, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ നടന്നൊരു സംഭവം. അമ്മ മക്കളുടെ കൊട്ടേഷൻ കൊടുക്കുകയാണ്, എന്നെ നോക്കാൻ ആരെക്കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഏറ്റവും ഇളയ മകൻ 10 ലക്ഷം രൂപ, മൂത്ത മകൻ 20 ലക്ഷം രൂപ പറഞ്ഞു. ഏറ്റവും ഇളയ മകൻ 10 ലക്ഷം പറഞ്ഞപ്പോൾ ഏറ്റവും ഇളയ മകനോട് 10 ലക്ഷം രൂപ കൊടുത്ത് അവർ പോയി. ആ ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ധാർമ്മികമായി നമുക്ക് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാത്ത ഒരു സാഹചര്യം. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ തിരക്കേറിയ റോഡിലൂടെ പോകുമ്പോൾ ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാളെ കൈപിടിച്ച് അപ്പുറത്തോട്ട് മാറ്റി കൊടുക്കും, റോഡ് ക്രോസ് ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മൾ തിരക്കിട്ട് പോവുകയാണ്, നമുക്ക് സമയമില്ല. അങ്ങനെയാണ് നമ്മൾ നിൽക്കുമോ? നമ്മുടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണല്ലേ അത്, നമ്മൾ ചെയ്യണമെന്നില്ല. പക്ഷെ അവിടെ നിയമപരമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അയാൾ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കും അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ധാർമ്മികമായി ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ വന്നതുകൊണ്ടാണ് അവയ്ക്ക് നിയമത്തിലൊരു പരിരക്ഷ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണത്. അങ്ങനെയാണ് മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും നോക്കുക എന്നുള്ള നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ചെയ്യാത്തത് കൊണ്ടാണ് അവർ അതിനൊക്കെ ഒരു നിയമത്തിനൊരു പരിരക്ഷ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണത്. നമുക്കറിയാം, പണ്ട് മുതലേ മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു ദിനമുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണല്ലോ. എന്താണത്? എന്താണ്? ഒക്ടോബർ 1 വയോജന ദിനം. നമ്മൾ ആ ഒരാഴ്ച പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അല്ലേ? അതായത് മുതിർന്ന പൗരന്മാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായി ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം
ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്തുമാത്രം ഉപകാരപ്രദമാണ് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയോജന ദിനമൊക്കെ ആചരിക്കുന്നത്. നമ്മൾ നമ്മുടെ അവകാശങ്ങളോട്ട് പോകുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? മുതിർന്ന പൗരന്മാർ എന്ന രീതിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്? സാമ്പത്തികമായ പ്രശ്നങ്ങളില്ലേ? കാരണം നമുക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് അല്ലേ? അത് മാറി. വരുമാനം പെൻഷൻ ആണെങ്കിൽ പകുതിയാകും, നമ്മുടെ സാലറി കുറയുന്നുണ്ട്, പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലേ? അതായത് നമുക്ക് ആരോഗ്യപരമായി നമ്മൾ നേരിടുന്ന പ്രശ്നമുണ്ട്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യം എന്നത് രോഗമില്ലാത്ത ഒരവസ്ഥയല്ല. പലവിധ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ആരോഗ്യം ഉണ്ട്. അതായത് ആരോഗ്യം, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. അതായത് സാമൂഹികവും ശാരീരികപരമായും ഒക്കെ നമുക്ക് സുഖമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ സാമൂഹികപരമായി നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലേ? കുടുംബത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കാൾ ഉപരി പണ്ട് നമ്മുടെ വാക്കിനായിരുന്നു അവസാന വാക്ക് അല്ലേ? പക്ഷെ ഇപ്പോ അതിന് ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ തന്നെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്. വീട്ടിൽ പുഴുവരിച്ച് കിടക്കപ്പെടുന്ന പേരൻസ് ഉള്ള ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നത്. ആ നിയമത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമസംഘടന നമ്മുടെ ഭരണഘടന നമുക്ക് അതിന്റെ ആർട്ടിക്കിൾ 21 എന്ന് പറയും, ജീവിക്കാനൊരു അവകാശം ഉറപ്പ് നൽകുന്നുണ്ട്. അന്തസ്സോടെയും അഭിമാനത്തോടെയും ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനൊരു അവകാശമുണ്ട്. ഈ മൗലിക അവകാശം എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമുക്കത് കോടതികളിൽ ചോദ്യം ചെയ്യാൻ സാധിക്കും. ഇനി വ്യക്തി നിയമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വ്യക്തി നിയമങ്ങളിലും പറയുന്നത് മക്കളുടെ ഉത്തരവാദിത്തമാണ് അവരുടെ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത്. ഇവൻ ഒരു വിഷാദം നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് അതൊരു എക്സ്ക്യൂസ് അല്ല. എനിക്കൊരു ജോലിയില്ല, ഒരു വരുമാനമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന വ്യക്തി നിയമങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ വരുമ്പോൾ നമുക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു CRPC കേട്ടിട്ടുണ്ടാവും അല്ലേ? 125 CRPC എന്നാണ് നമുക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിയമം. അതിപ്പോ മാറി. 2024 ജൂലൈ 1 മുതൽ BNSS എന്ന് പറഞ്ഞ നിയമം വന്നു. അതിന്റെ 144ാമത്തെ വകുപ്പ് പ്രകാരം നമുക്ക് ചെലവിന് കിട്ടാൻ വേണ്ടി നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുടുംബ കോടതിയിൽ പരാതി കൊടുക്കാം. എല്ലാ ജില്ലയിലും കുടുംബ കോടതികളുണ്ട്. ഈ കുടുംബ കോടതിയുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ചികിത്സ, വൈദ്യസഹായം, ഇങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുടുംബ കോടതിയിൽ പരാതി കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ നടത്താം. ചെലവിന് കിട്ടാൻ ഒരു അവകാശമുണ്ട്. നമ്മുടെ ആർക്കെതിരെയാണോ നമ്മൾ പരാതി കൊടുക്കുന്നത് അവരുടെ വരുമാനത്തിനനുസരിച്ച് ഒരു തുക നമുക്ക് ആവശ്യപ്പെടാം. ഇതാണ് നമ്മുടെ നിലവിലുണ്ടായിരുന്ന നിയമ സംവിധാനങ്ങൾ. നമുക്കറിയാം, നിങ്ങളെല്ലാം കോടതിയിലൊക്കെ പോയിട്ടുള്ളതും കേട്ടിട്ടുള്ളതൊക്കെ ഉണ്ട് അല്ലേ? കൂടുതൽ ആളുകൾ റിട്ടയർഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ കോടതിയിൽ ഒരു കേസുമായി പോയി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? ചുരുങ്ങിയത് എത്ര കാലം ചെറിയ കേസിൽ വരെ നടത്താം? വർഷങ്ങളോളം കയറി ഇറങ്ങാം അല്ലേ? നമ്മളൊരു ചെലവായിട്ടുള്ള ഒരു കേസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് നമുക്ക് റിലീഫ് വരണം അല്ലെ? പെട്ടെന്ന് അതിനൊരു തീരുമാനം വരണം. പക്ഷെ നമ്മൾ കോടതിയിൽ ഒരു കേസുമായി പോയാൽ കാലതാമസം എടുക്കുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2007 മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു നിയമം നിലവിൽ വന്നത്. ഈ നിയമത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും അവരുടെ മക്കളിൽ നിന്നും ചെലവിന് കിട്ടാൻ ഒരു അവകാശമുണ്ട്. സാധാരണ ജോലിയാണ് ആരാണ്? 60 വയസ്സിന് മുകളിലുള്ളവർ അല്ലേ? പക്ഷെ ഈ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 60 മാതാപിതാക്കൾ എന്ന നിർവചനത്തിൽ വരാൻ 60 വയസ്സ് തിരിയേണ്ട ആവശ്യമില്ല. പ്രായപൂർത്തിയായ മക്കളോ പേരക്കുട്ടികളോ ഉള്ളവർക്ക് 60 വയസ്സായില്ലെങ്കിലും ഈ നിയമപ്രകാരം ചെലവിന് കിട്ടാൻ ഒരു അവകാശമുണ്ട്. മനസ്സിലായോ? എല്ലാവരുടെയും ഓർമ്മയുള്ളതല്ലോ. നിങ്ങൾക്ക് 60 വയസ്സായില്ലെങ്കിൽ പോലും, കാരണം മുതിർന്ന സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരന്മാരുടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ 60 വയസ്സ് തിരിയണം അല്ലേ? പക്ഷെ ഈ നിയമപ്രകാരം കേസിന് പോകണമെങ്കിൽ 60 വയസ്സ് തികയാത്ത വ്യക്തി മാതാപിതാക്കൾക്കും കേസിന് പോകാം. എന്ത് പക്ഷെ വേണം? അവരുടെ മക്കൾ പ്രായപൂർത്തിയായിരിക്കണം. അപ്പം ആർക്കെതിരെയാണ് നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കും? നമുക്ക് സ്വന്തമായി സ്വത്തമോ വരുമാനമോ ഇല്ലെങ്കിൽ നമുക്ക് ചെലവിന് കിട്ടാൻ വേണ്ടിയിട്ട് കേസിന് പോകാം. ആർക്കെതിരെ കൊടുക്കാം? നമ്മുടെ മക്കൾക്കെതിരെ അല്ലേ? ഇപ്പൊ പല മക്കളുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്കെതിരെ കേസ്, നമ്മുടെ സൗകര്യം പോലെ ഒരാൾക്കെതിരെ പരാതി കൊടുക്കാം. ഇനി അവരുടെ താല്പര്യമാണ് മറ്റു മക്കളെ കൂടെ പാർട്ടി ആക്കണമോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ ഈ മക്കൾ എന്നുള്ള നിർവചനത്തില് ദത്തെടുത്തിട്ടുള്ള മക്കളും നമുക്ക് സ്റ്റെപ്പ്, അതായത് 2 അച്ഛൻ 2 അമ്മയാണെങ്കിൽ അവരെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഈ മക്കൾക്കുണ്ട്.
ഇനി ചില സാഹചര്യങ്ങളിൽ മക്കളില്ലാത്ത ദമ്പതികളുണ്ടാവും അല്ലെ, അവരെന്ന് വെച്ചാൽ ആരാണോ ഭാവിയിൽ അവരുടെ സ്വത്തിന്റെ അവകാശങ്ങളായി വരുന്നത് അവർക്കെതിരെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. എവിടെ പരാതി കൊടുക്കണം? എല്ലാ ജില്ലയിലും ഇതിനോടനുബന്ധിച്ച് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു മെയിൻ്റനൻസ് ട്രിബ്യൂണൽ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ RDO കോടതിയാണ്, തലശ്ശേരിയിലുള്ള RDO കോടതിയിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. ചെലവിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരാതി കൊടുക്കേണ്ടത്. ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? പലപ്പോഴും ഈ മുതിർന്ന പൗരൻ എന്ന് പറയുന്ന ആൾക്ക് ചിലപ്പോൾ ഒത്തിരി പ്രായാധിക്യങ്ങൾ സഞ്ചരിക്കാൻ സാധിക്കാത്തവരോ പോയി കേസ് കൊടുക്കാൻ സാധിക്കാത്തവരോ ആണെങ്കിൽ അവർക്ക് വേറെ ആരെ ഏൽപ്പിക്കാം. സ്വന്തമായി കേസ് നടത്താൻ പറ്റുന്നവരെ അവർക്ക് നേരിട്ട് പോയി കേസ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളെ അയാൾക്ക് വേണ്ടി കേസ് നടത്താൻ ഏൽപ്പിക്കാം. അങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് നാട്ടിലുള്ള ഏതെങ്കിലും സംഘടനകൾ ആവശ്യപ്പെടാം, എനിക്ക് വേണ്ടി ഇങ്ങനെ കേസ് നടത്തണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെയുമല്ല, ഈ ട്രിബ്യൂണൽ അറിയുകയാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ട്രിബ്യൂണലിന് നേരിട്ട് നടപടി സ്വീകരിക്കാം. ഇങ്ങനെ 4 തരത്തിലാണ് നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ സംഘടനയുടെ പ്രസക്തി. നിങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെ ആവശ്യമുള്ളവരുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ സാധിക്കും. അത് പ്രത്യേക ഫോർമാറ്റ് ഒന്നുമില്ല. തലശ്ശേരിയിലുള്ള RDO കോടതിയിൽ വെള്ള പേപ്പറിൽ എഴുതി പരാതി കൊടുത്താൽ മതി. ഈ നിയമം നിലവിൽ വന്ന സമയത്ത് വക്കീലന്മാർ ഈ ട്രിബ്യൂണലിൽ ഹാജരാകാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പം വിധി വന്ന് വക്കീലന്മാർക്ക് കേസ് നടത്താൻ സാധിക്കും. നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം ആർക്കെതിരെയായിരിക്കും പരാതി വരിക. നമ്മുടെ മക്കൾക്കെതിരെയാണ് പരാതി കൊടുക്കേണ്ടി വരുന്നത് അല്ലേ? തീർച്ചയായും നമുക്കതൊരു മാനസികമായി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഇപ്പം ഈ അടുത്ത് വീട്ടുകാരെ പലരെയും കൊലപാതകം ചെയ്തൊരു മകനെതിരെ അമ്മ എന്താ പറഞ്ഞേ? കട്ടിലേന്ന് വീണതാണെന്നാ പറഞ്ഞത് അല്ലേ? അമ്മയുടെ തലക്കടിച്ച മകനെതിരെ അമ്മ പറഞ്ഞത് എന്താ? കട്ടിലേന്ന് വീട് പരിക്ക് പറ്റിയതല്ല. അതായത് ഒരിക്കലും മാതാപിതാക്കൾ മക്കൾക്കെതിരെ പരാതി പറയാൻ യാതൊരു സാഹചര്യത്തിൽ മുന്നോട്ട് വരാത്ത ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കോടതി നടപടിക്രമങ്ങളല്ല ആദ്യമേ തന്നെ ഉണ്ടാകാം. നിങ്ങളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ കുട്ടികളെയും സമ്മൻസ് അയച്ച് വിളിച്ചു വരുത്തും. അപ്പം ഞാൻ അത് പറഞ്ഞു, ഒരാൾക്കെതിരെ വേണമെങ്കിൽ കൊടുക്കാം, പിന്നെ അയാളുടെ താല്പര്യമാണ് മറ്റുള്ളവരെ പാർട്ടി ആക്കണമോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ പരാതി കൊടുത്തു കഴിഞ്ഞാൽ 2 കുട്ടികളെ വിളിച്ചു വരുത്തി കൺസിലിയേഷൻ എന്ന് പറയും, ഒരു അനുരഞ്ജന ചർച്ചയാണ്. 2 കുട്ടികളെ വീട്ടിൽ സംസാരിക്കും. നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എത്ര രൂപ ആവശ്യമുണ്ട് എന്നൊരു ചർച്ച നടത്തിയിട്ടാണ് ഇയാൾക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും. അങ്ങനെ പല ക്രൈറ്റീരിയകളിൽ പല കാര്യങ്ങൾ നോക്കിയ ശേഷമാണ് പൈസ തീരുമാനിക്കുക. ഈ പൈസ തീരുമാനിക്കുന്നത് ഏറ്റവും കൂടിയ പൈസ എന്ന് പറയുന്നത് 10,000 രൂപയാണ്. നമുക്ക് 10,000 രൂപ വരെ ചെലവിന് കിട്ടാനുള്ള അവകാശമുണ്ട്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞു നമുക്ക് കുടുംബ കോടതിയിൽ കേസ് കൊടുക്കാം. ഈ കുടുംബ കോടതിയിൽ കേസ് കൊടുത്താൽ നമുക്ക് 10,000 എന്നുള്ള ഒരു ലിമിറ്റ് ഇല്ല. നമ്മൾക്ക് ചെലവിന് തരുന്ന കുട്ടിക്ക് എന്തുമാത്രം ആസ്തിയുണ്ടോ ആ ആസ്തി അനുസരിച്ച് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം. പക്ഷെ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ പ്രകാരം നമുക്ക് മാക്സിമം ഏറ്റവും കൂടിയ തുക എന്ന് പറയുന്നത് 10,000 രൂപ വരെ ചെലവിന് കിട്ടുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ കോടതി പോയ കാലതാമസം എടുക്കും അല്ലേ? ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ 90 ദിവസം കൊണ്ട് ഈ പരാതിക്ക് ഒരു തീരുമാനമാവണം. പിന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് നീട്ടാം. അങ്ങനെ 120 ദിവസം കൊണ്ട് ഈ പരാതി ഒരു തീരുമാനമാക്കും. ഈ 120 ദിവസം എന്ന് പറയുന്നത് ഒരു മുതിർന്ന പൗരനെ സംബന്ധിച്ച് ഒരു വലിയ കാലയളവാണ്. കാരണം അവര് അത്ര അത്യാവശ്യമുള്ള സമയത്തായിരിക്കും അവർ പരാതിയുമായി പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇടക്കാലാശ്വാസമായിട്ട് ഒരു തുക അനുവദിക്കാനും ഈ ട്രിബ്യൂണലിന് സാധിക്കും. അതായത് 10,000 രൂപ എത്ര രൂപ കൊടുക്കണം, മാക്സിമം 10,000 രൂപ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടി തുക. ഈ എത്ര തുക എന്ന് തീരുമാനമാകുന്നത് വരെ ഇടക്കാലാശ്വാസമായി 3 മാസം കഴിയുന്നിടം വരെ ഓരോ മാസവും ഒരു തുക അനുവദിക്കാനും ഈ ട്രിബ്യൂണലിന് സാധിക്കും. നമുക്ക് അനുകൂലമായി ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അനുകൂലമായി വിധി വന്നില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പീൽ പോകാൻ സാധിക്കും. ഒരു മുതിർന്ന പൗരൻ അപ്പീൽ പോകേണ്ടത് കളക്ടറേറ്റിലാണ്. ഇനി നമ്മുടെ എതിർകക്ഷിയുടെ മകളാണ് അപ്പീൽ പോകേണ്ടതെങ്കിൽ അവർ പോകുന്നത് ഹൈക്കോടതിയിലാണ്. ഇതാണ് ഇതിന്റെ അപ്പീലിന്റെ വ്യത്യാസം. എതിർ കക്ഷിയാണ് അപ്പീൽ പോകേണ്ടതെങ്കിൽ ഹൈക്കോടതി പോകണം. മുതിർന്ന പൗരനാണ് അപ്പീൽ പോകേണ്ടതെങ്കിൽ കളക്ടറേറ്റിലുള്ള ട്രിബ്യൂണലിലാണ് അപ്പീലുമായി പോകേണ്ടത്. ഇനി ഇതിന് പൈസ ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് തടവ് ശിക്ഷ കൊടുക്കാനാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതുപോലെ ചിലപ്പോൾ കോടതിയിൽ ഹാജരാവാണ്ടിരിക്കും, അപ്പോൾ അവരുടെ അസാന്നിധ്യത്തിന് വിധി പറയാനും സാധിക്കും. നമുക്കറിയാം, നമ്മൾ ഈ കേസുമായി പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇഞ്ചക്ഷൻ വരും അല്ലെ? മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഫയലാക്കി അത് സ്റ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ? ഈ ട്രിബ്യൂണലിലെ കാര്യങ്ങൾ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റേ ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാലതാമസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി കാലം ഈ കേസ് പെൻഡിങ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലുള്ള കേസുകൾ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് സ്റ്റേ മേടിക്കാൻ പറ്റില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ചില
സാഹചര്യങ്ങളിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത മുതിർന്ന പൗരന്മാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും ഷെൽട്ടർ ഹോമുകളുണ്ട്. അപ്പൊ ആ ഷെൽട്ടർ ഹോമുകളിലോട്ട് ഇവരെ മാറ്റി പാർപ്പിക്കും. ഇപ്പൊ പരമാവധി ശ്രമിക്കുന്നത് മക്കളുടെ താമസിക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, മക്കളുടെ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവരോട് താമസിപ്പിക്കും. ഇനി അത് തീരെ പറ്റുന്നില്ലെങ്കിൽ ഇവരെ ഷെൽട്ടർ ഹോമുകളിലോട്ട് മാറ്റാനുള്ള ഒരു സാഹചര്യവും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ വർഷവും ഈ ഷെൽട്ടർ ഹോമിലോട്ടുള്ള ആപ്ലിക്കേഷൻസ് ക്ഷണിക്കും. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അത് സാധിക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ പ്രകാരം നമുക്ക് ആ ഷെൽട്ടർ ഹോമിൽ താമസിക്കാൻ ഒരു അവകാശം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറി താമസിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു അത് ഇപ്പൊ തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ മക്കളുടെ കൂടെ താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഞാൻ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി തനിച്ച് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവിടെ മക്കളൊന്നുമില്ല, ആരുമില്ല അവരെ സഹായിക്കാൻ. അങ്ങനെയുള്ളപ്പോൾ അവരുടെ പേരുള്ള സ്ഥലം, 10 സെന്റ് സ്ഥലവും വീടും ഇവരെ നോക്കുന്ന ആ വ്യക്തിക്ക് എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, മക്കളാണെങ്കിൽ പോലും സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്നേഹം അങ്ങ് പോയി അല്ലേ. പിന്നെ ഇവരെ നോക്കാത്ത ഒരു സാഹചര്യം. ഇവർ ഈ സ്വത്ത് ഇവർക്ക് മാത്രം എഴുതി കൊടുത്തുകൊണ്ട് പിന്നെ വേറെ ആരും നോക്കൂല. ഇവരുടെ സ്വത്ത് കിട്ടിയവരുണ്ടല്ലോ അവർ നോക്കട്ടെ എന്നൊരു പക്ഷേ. അങ്ങനെയുള്ളപ്പോൾ ആ സ്ത്രീക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇവരുടെ അടുത്ത് സ്വത്ത് മേടിച്ചിട്ട് ഇവരെ നോക്കാത്ത ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുത്താൽ അത് റദ്ദാക്കാൻ സാധിക്കും. ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളൊരു ദാനാധാരം എഴുതി കൊടുത്ത് ആ സ്വത്ത് കൈവശം മേടിച്ച ശേഷം നമ്മളെ നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ആധാരം നമുക്ക് റദ്ദാക്കാൻ സാധിക്കും. ഈ 2007 നിയമം വന്ന സമയത്ത് പറഞ്ഞത്, ഈ നിയമം നിലവിൽ വന്ന ശേഷമുള്ള ദാനാധാരങ്ങൾ മാത്രമേ റദ്ദ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു, ഇതിന് മുന്നേയുള്ള ദാനാധാരങ്ങൾ റദ്ദ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നു. പിന്നെ സുപ്രീം കോടതി പിന്നെ സ്റ്റാൻഡ് മാറ്റി, ഈ ആധാരത്തിൽ എഴുതിയിരിക്കണം, എന്നെ നോക്കുമെന്നുള്ള കണ്ടീഷനാണ് ഇത് എഴുതി തരുന്നത്, എങ്കിൽ മാത്രമേ ഇത് റദ്ദാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു വിധി വന്നു. പക്ഷെ 2025 ജനുവരിയിൽ ഒരു വിധി വന്നിരുന്നത്, ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതിയില്ലെങ്കിലും ദാനാധാരം റദ്ദാക്കാം. അതായത് നമ്മളെ നോക്കും എന്ന ഉദ്ദേശത്താൽ, എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ മക്കൾക്ക് ആധാരം എഴുതിക്കൊടുത്ത് അവർ നമ്മളെ നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ദാനാധാരങ്ങൾ റദ്ദാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു കാര്യം കൂടെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പറയുന്നത്. മനസ്സിലായി തോന്നുന്നു. ഒന്ന്, ചെലവിനിട്ടുള്ള സ്വന്തമായി സ്വത്ത് വരുമാനമില്ലാത്ത മാതാപിതാക്കൾക്ക്, മുതിർന്ന പൗരന്മാർക്കും ചെലവിനിട്ടുള്ള ഒരു അവകാശമുണ്ട്. മക്കളില്ലാത്തവരാണെങ്കിൽ ആരാണോ ഭാവിയിലൊക്കെ സ്വത്തിന് അവകാശമായി വരുന്നത് അവർക്കാണ് എതിരെയാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി തലശ്ശേരി, നമ്മൾ കണ്ണൂർ ജില്ലയുടെ തലശ്ശേരിയിലുള്ള RPO കോടതിയാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണൽ, അവിടെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഷെൽട്ടർ ഹോമിലുള്ള അവകാശം, വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഷെൽട്ടർ ഹോമിൽ താമസിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആധാരങ്ങൾ നമുക്ക് റദ്ദാക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതുപോലെ ഒരു മുതിർന്ന പൗരനെ മാതാപിതാക്കളെ ഉപേക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി എവിടെയെങ്കിലും കൊണ്ട് അമ്പലങ്ങളിലോ പള്ളികളിലൊക്കെ കൊണ്ടാക്കി ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് 3 മാസം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണത്. അതുപോലെ തന്നെ ഇനി പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക ക്യൂ ഏർപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടോ? നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്യൂ നിൽക്കാം. അതായത് ജനറൽ എല്ലാ ആളുകളും നിൽക്കുന്ന ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. സീരിയസ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്യൂവിൽ നിങ്ങൾക്ക് നിൽക്കാം. അതുപോലെ തന്നെ കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിൽ പ്രത്യേക സംവിധാനം ഉണ്ടാക്കണമെന്ന് ഈ നിയമത്തിന്റെ റൂൾസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിയമത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക രജിസ്റ്റർ സൂക്ഷിച്ചിരിക്കണം. ആ നാട്ടിലെ തനിച്ച് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. എല്ലാ മാസത്തിൽ ഒരു തവണയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഈ മുതിർന്ന പൗരന്മാരെ പോയി സന്ദർശിച്ചിരിക്കണം. പോലീസ് ഇപ്പം എന്നാലും നമ്മൾ ചില സാമൂഹിക കുടുംബത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ അല്ലേ. മക്കൾക്ക് ചില സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും നോക്കാൻ പറ്റിയെന്ന് വരിക സാഹചര്യങ്ങൾ നമ്മൾ തനിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് മാസത്തിലൊരിക്കലെങ്കിലും പോലീസ് പോയിരിക്കണം. എന്നിട്ട് ആ സൊസൈറ്റിയിലുള്ള, ആ സമൂഹത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സാമൂഹിക സംഘടനകളോട് പറയണം, നിങ്ങൾ അവരെ പോയി അന്വേഷിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയണം. ഇനി ഒരു മുതിർന്ന പൗരനൊരു പരാതിയുമായിട്ട് വരികയാണെങ്കിൽ അവരുടെ പരാതികൾക്ക് മുൻഗണന കൊടുത്ത്, ഒരു പ്രത്യേക രജിസ്റ്റർ സൃഷ്ടിക്കുന്ന പറഞ്ഞു, അവരുടെ പരാതികൾക്ക് മുൻഗണന കൊടുത്ത് ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും
ഈ നിയമത്തിന്റെ റൂൾസിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയം പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്വന്തമായി സ്വത്തോ വരുമാനമില്ലാത്ത മുതിർന്ന പൗരന്മാർക്ക് ഒരു അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരുടെ മാക്സിമം 10,000 രൂപ വരെയാണ് ചെലവ് കിട്ടേണ്ട ഒരു അവകാശം. ഇവിടെ നിങ്ങളുടെ പോലുള്ള സംഘടനകളുടെ പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പലപ്പോഴും പലരും പറയില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയില്ല. പിന്നെ അവർക്ക് നേരിട്ട് പോയി കേസ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പറയാം തന്നെയുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ സംഘടനകൾക്ക് കേസ് നടത്താം, അല്ലെങ്കിൽ വ്യക്തികൾക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇടപെട്ട് അവരുടെ കിട്ടാനുള്ള കേസ് മാത്രമല്ല, അവരുടെ ജീവനോ സ്വത്തിനോ ഭീഷണി ഉണ്ടാകുന്ന ഏത് സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യ കോടതിയിൽ പരാതി കൊടുക്കാൻ സാധിക്കും. എന്തെങ്കിലും സംശയമുണ്ടോ? അടുത്ത ഭാഗത്തോട്ട് പോയിക്കോട്ടെ. അടുത്ത കാര്യം ഓക്കെ. അവകാശമാണെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് ന്യായാസനങ്ങളെ സമീപിക്കാൻ സാധിക്കാത്ത നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സാമ്പത്തികമാകാം, പല കാരണങ്ങളുണ്ടല്ലേ നമുക്കറിയാം. മുതിർന്ന പൗരന്മാർ രീതിയിൽ നമുക്ക് സാമ്പത്തികമായ കുറച്ച് പ്രതിസന്ധിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ എന്നറിയാമോ? എന്ത് ചെയ്യാൻ പറ്റുക? 1987 നമുക്കൊരു ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഈ നിയമത്തിന്റെ 12ാമത്തെ വകുപ്പിൽ പറയുന്നത് നമ്മുടെ സമൂഹത്തെ ഒരുപറ്റം ആളുകൾക്ക് സൗജന്യ നിയമസഹായമാണ്. ഒരു പൈസ പോലും ചെലവില്ലാണ്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ഇപ്പൊ ഗ്രാമീണ ന്യായാലയ, പണ്ട് മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് കോടതികളായിരുന്നു, ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതി മുതൽ ഏറ്റവും മുകളിലുള്ള സുപ്രീം കോടതി വരെ കേസ് നടത്താം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കോടതിയോടനുബന്ധിച്ചും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു ഓഫീസുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രധാന ഓഫീസ് തലശ്ശേരി ജില്ലാ കോടതിയോടനുബന്ധിച്ചാണ്. എല്ലാ ദിവസവും ഓരോ വക്കീലന്മാർക്ക് അവിടെ ചാർജ് ഉണ്ടാവും. റീറ്റെയിനർ ലോയർ എന്ന് പറയാം. നിങ്ങൾക്കൊരു നിയമപരമായ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വക്കീലിനോട് ചോദിക്കാം, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അവർ പറയും ഈ കാര്യത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ കോടതി കേസുമായി പോകണമെങ്കിൽ നിങ്ങൾക്ക് സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വക്കീലിനെ വെച്ച് കിട്ടും. ആരൊക്കെ വരുമെന്നറിയാവോ ആ പട്ടികയില്? അറിയാമോ? സ്ത്രീകളും കുട്ടികളും, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവര്. ഇപ്പൊ വയനാട്ടിലൊക്കെ കലാമിക്കുണ്ട് അല്ലേ, ഉരുൾപൊട്ടലുകളുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇരയാവുന്നവര്, പിന്നെ വ്യാവസായിക തൊഴിലാളികള്, ജയിലിലും കസ്റ്റഡിയിലുമുള്ള പ്രതികൾ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശം. പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഹൈക്കോടതിയിലും 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ സുപ്രീം കോടതിയിലും സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശമുണ്ട്. ഇപ്പോ നിങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കും ഈ നിയമം വന്ന സമയത്ത് സെക്ഷൻ 12 നിങ്ങളുടെ പേരിലായിരുന്നു. സീനിയർ സിറ്റിസൺമാരുടെ ഇങ്ങനെ അവകാശം വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ പോളിസികളൊക്കെ വന്നപ്പോൾ നിങ്ങൾക്കും സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശമുണ്ട്. ഈ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വയോനന്മ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അതിന്റെ ഭാഗമായി തന്നെ സീനിയർ സിറ്റിസൺ 100% സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശമുണ്ട്. അതുമല്ലാണ്ട് ഈ RBA കോടതികളിൽ വക്കീലന്മാരുടെ ഒരു പാനൽ വെച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. പാനൽ വന്നിട്ടുണ്ടെങ്കിലും RBA കോടതി അവരിങ്ങനെ സ്ഥിരമായി ക്ലിനിക്കിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വേണമെന്നുണ്ട്. പാരാലീഗൽ വോളണ്ടിയേഴ്സ് വക്കീലന്മാർക്ക് അടങ്ങുന്ന ഒരു പാനല് RBA കോടതിയിൽ വരുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പുതിയ പോളിസികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനൽ വേണമെന്ന് പോളിസിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു വയോനന്മ എന്ന് പറയുന്ന ടീമിനെ തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ ഉണ്ടെങ്കിലും ടീമിന്റെ പ്രവർത്തനങ്ങൾ ആയി വന്നുകൊണ്ടിരിക്കുന്നു. ടീമൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ ആയി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരോട് എത്തിക്കാനും ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാ കോടതിയോടനുബന്ധിച്ചിട്ടാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തലശ്ശേരി ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോവിഡ് കാലത്തിന് മുന്നേ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും ആഴ്ചയിൽ ഒരു ദിവസം പാരാലീഗൽ വോളണ്ടിയേഴ്സ് എന്ന് പറയും. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരോട് എത്തിക്കാനുള്ള ആളുകളാണ് പാരാലീഗൽ വോളണ്ടിയേഴ്സ്. ഈ പാരാലീഗൽ വോളണ്ടിയേഴ്സ് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിൽ ഇരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു കോവിഡിന് മുന്നേ. കോവിഡ് തുടങ്ങിയ ശേഷം ആ പരിപാടി നിർത്തി. ഇപ്പം ചില പഞ്ചായത്തുകളിൽ പഞ്ചായത്തിൽ തുടങ്ങിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലാന്ന് തോന്നുന്നു.
കതിരൂർ 1-2 പഞ്ചായത്തുകൾ നമ്മൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പം അത് വീണ്ടും ആരംഭിക്കും. അപ്പം എങ്ങനെയാണ് ഈ പാരാലീഗൽ, നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ ചാർജുള്ള പാരാലീഗൽ വോളണ്ടിയറാണ് ഇത് ഭരിച്ചത് രാജീവൻ. രാജീവിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാജീവിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ രാജീവൻ പറഞ്ഞു തരും, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലുണ്ട്. പഴയ പോലല്ല, സംഘടിച്ച് ശക്തരാക്കപ്പെട്ട ഒരു ആളുകളാണ് അല്ലേ. സമൂഹത്തിൽ നമുക്ക് ഒത്തിരി അവകാശങ്ങളുണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ നമ്മുടെ അവകാശങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ ഒരു നല്ല തിരുത്തൽ ശക്തിയായിട്ട് മുന്നേറാൻ സാധിക്കുന്നവരാണ് തീർച്ചയായും നിങ്ങൾ ഓർമ്മയുണ്ട്. ഒരു പ്രായം ആയിട്ടില്ല. നമ്മളൊക്കെ KFC കഴിച്ചിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടില്ലേ KFC കുറിച്ച്? ഫ്രൈഡ് ചിക്കൻ അത് ആരെങ്ങനെ തുടങ്ങിയതെന്നറിയാമോ? ആ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വളരെ ചെറിയ പ്രായത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചെങ്കിലും 19 വയസ്സിൽ വിവാഹം കഴിക്കേണ്ട പ്രായമായിട്ട് തന്നെ വിവാഹമോചനം നേടി ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി വൈഫിൻ്റെ കൂടെ പോയി ഇങ്ങനെ തനിച്ച് ജീവിതം പല ജോലികൾ ചെയ്തു, പല വിദ്യാഭ്യാസം നടത്താൻ നോക്കി, എന്നിട്ടൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ 24 വയസ്സ് മുതൽ ഒരു പാചക തൊഴിലാളിയായി ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത ഒരാൾ 65 വയസ്സിൽ റിട്ടയർ ആവുകയാണ്. ഇയാൾ റിട്ടയർ ആയപ്പോൾ ഇയാൾക്ക് $108 ഒരു ചെക്കാണ് പെൻഷൻ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇയാൾ നോക്കി ഈ $108 ചെക്ക് കൊണ്ട് എന്ത് ചെയ്യാനാ, ഭാവിയിലോട്ട് ജീവിക്കുന്നതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഇയാൾ വിചാരിച്ചു പെട്ടെന്നുള്ളൊരു സൊല്യൂഷൻ എന്താ, മരിച്ചേക്കാന്ന് വിചാരിച്ചു. ഇയാൾ വിചാരിച്ചു മരിക്കുന്നതിന് മുമ്പ് ഞാൻ ജീവിതത്തിൽ എന്ത് നേടി എന്നൊന്ന് എഴുതി വെച്ചേക്കാം എന്നുള്ള തിരിച്ചറിവ് അയാളൊരു പെണ്ണ് പേപ്പർ എടുത്തിരിക്കുകയാണ് എഴുതാൻ വേണ്ടിയിട്ട്. അയാൾക്ക് ഒന്നും എഴുതാൻ കിട്ടിയില്ല. അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, എനിക്കിനി നേടാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ്. അയാൾ എന്ത് ചെയ്തു? അയാളുടെ ഈ $108 ചെക്ക് കൊണ്ടുപോയിട്ട് അയാളൊരു ഫ്രണ്ടിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എനിക്കൊരു $80 കടന്നു. ചെക്കാണല്ലോ, ചെക്ക് മാറി വരാൻ സമയം എടുക്കുമല്ലോ. ഒരു $80 കടം തായെന്ന് പറഞ്ഞു. ഇയാൾ $80 കടം മേടിച്ചിട്ട് ഇയാൾ ടൗണിൽ പോയി ചിക്കൻ മേടിച്ച് ഇയാൾക്ക് അറിയുന്ന രുചിക്കൂട്ടുകളുമായിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വീട് വീടാന്തരം കയറി വിൽപ്പന നടത്തി. ആ ഒരു സംരംഭമാണ് ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി എത്തിയല്ലേ അത്രത്തോളം വളർന്നത്. അതുപോലെ തന്നെ ഈ ലീലാപാല ശ്രീരാകൃഷ്ണനാരുടെ കാര്യം നമുക്കറിയാലോ അല്ലേ. റിട്ടയർ ആയ ശേഷം തുടങ്ങിയ ഒരു സംരംഭമാണ്. അതായത് നമ്മുടെ പ്രായം ഒന്നിനെയും ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞു മേക്ക് എ ഡിഫറൻസ്. നമുക്കൊരു മാറ്റം വരുത്തുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കും. ഇപ്പം ചില സാഹചര്യങ്ങളായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കില്ല എന്ന് വരാം അല്ലേ. തീർച്ചയായിട്ടും നമുക്കറിയാം വീട്ടിലുള്ള സാഹചര്യങ്ങൾ, പുറത്തോട്ട് ഇറങ്ങിയുള്ള സാഹചര്യം. പക്ഷെ അവിടെയും നമുക്കൊന്ന് വേണമെന്ന് വിചാരിച്ചാൽ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് തുടങ്ങിയപ്പോൾ ഒരാളൊരു സ്ഥലത്തിൽ ഉണ്ടല്ലേ, മറന്നുപോയോ? അയാൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? 2 ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നത്. അയാൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? പറയാവോ? ആർക്കൊരു മറുപടി ഇല്ലേ? എല്ലാവരുടെയും മനസ്സിലൊരു മറുപടി ഇല്ലേ? ചോദ്യം മനസ്സിലായില്ല? എന്തോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരാളൊരു യാത്ര പുറപ്പെട്ടവരടുത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അയാളെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ അതോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. എന്താണ് പറയുന്നത്? രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഇംഗ്ലീഷ് പറയുന്നല്ലേ. ഞാൻ ആദ്യം പറയുന്നത് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ പരിചയമുള്ളതാണ്. ലയൺസ് ക്ലബ്ബിൽ എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പല പ്രാവശ്യം മീറ്റിങ്ങിനൊക്കെ ഭാസ്കർ ഡോക്ടർ അടുത്തും വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലേ പരിചയമുള്ള ഇന്ദ്രേച്ചിലേക്ക് മുന്നേ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ട് വലിയ സന്തോഷമുണ്ട്. അപ്പം ഇന്ദ്രേച്ചി പറഞ്ഞ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിലൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളാണ് കടുവയായും മുതലയായും പാമ്പായും എലിയായും നമ്മുടെ മുന്നിൽ വന്നത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടെ ഞാൻ തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ അവിടെ കൊണ്ട് തീരും. ഇതല്ല, ഇതിനെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസം, ഈ കാലവും കടന്നു പോകും എന്നൊരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സരോജിനിയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ അറിയും
ഇനിയും സമൂഹത്തിന് വേണ്ടി ഏറെ ചെയ്യാൻ സാധിക്കുന്ന ഒരുപറ്റം ആളുകളാണ്. അപ്പം നമ്മുടെ കഴിവ് നമ്മുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് നമ്മിലെയും മറ്റുള്ളവരുടെയും നന്മയും സ്നേഹവും അംഗീകരിക്കാം, അതനുസരിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.